എംഎൽഎ മത്സരിക്കാൻ പോവാ, എങ്ങനെ കാണുന്നു ഇതിനെ? എന്താ പറയാ, ഞാൻ ആ പാർട്ടിയല്ല, അതുകൊണ്ട് എനിക്കതിനെ പറ്റി അറിയില്ല. ഏത് പാർട്ടിയാ? ഞാൻ ജനിച്ചേ മുതൽക്ക് മുസ്ലിം ലീഗാണ്. ജനിച്ചേ മുതൽക്ക് മുസ്ലിം ലീഗിന്റെ പാർട്ടിയാണ്. പാണക്കാട് തങ്ങളെ പാർട്ടിയാണ് ഞാൻ. അപ്പം സ്ഥാനാർത്ഥി ആരാ ജയിക്കുക ഇവിടെ? അറിയില്ല ആരാ ജയിക്കാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും വോട്ട് ചെയ്യുമ്പോ ഇതിനെ ചെയ്യുള്ളൂ, അതിനെ ചെയ്യുള്ളൂ. പാണക്കാട് തങ്ങൾ നമ്മളെ അയൽവാസിയാണ് മലപ്പുറത്ത്, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അൻവർ എംഎൽഎ എന്നാലും കാര്യമൊന്നുമില്ല അല്ലേ? വോട്ട് ചെയ്തൊന്നുമില്ല ലീഗിനോട്? അല്ല, കുഴപ്പമില്ല, ചെയ്യൂലെന്നല്ല, നമ്മളിങ്ങനെയാണ് സംഗതി, എല്ലാം ഒന്നും ഉണ്ടായിട്ടല്ല. ശരി കേട്ടോ. എങ്ങനെ കാണുന്നു അദ്ദേഹം മത്സരിക്കുന്നതിന്? നല്ല ആളാണ്, നമുക്ക് എല്ലാ ആളാണ്, മോശമൊന്നുമില്ല. പുള്ളി മത്സരിക്കുന്നത് സ്വാഗതം ചെയ്യുക, നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. നല്ല കാര്യം, ജയിക്കും. ഒത്തിരി സഹായമൊക്കെ ചെയ്യുന്ന ആളായിരുന്നോ? സഹായിക്കും, സഹായന്റെ മൂപ്പരെ കൊണ്ട് എന്നുവെച്ചാ പാവങ്ങളെയൊക്കെ കാണുന്നുണ്ട്, അങ്ങനത്തെ ആളാണ്. അതുകൊണ്ട് വല്ല പാർട്ടിയിലും താല്പര്യമുള്ള ആളാണോ? പാർട്ടിയിൽ പാർട്ടിക്കാരൻ വല്ലതാണോ? ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എന്നാലും അൻവർ നല്ല ആളാണോ? അൻവർ നല്ല ആളാണ്. ജയിക്കും അൻവർ? ജയിക്കും. അൻവർ ജയിക്കും, ജയിക്കുന്നില്ലതാണ്. എങ്ങനെയാണ് കാഴ്ചത് കാണാൻ. അൻവർ എംഎൽഎ മത്സരിക്കാൻ പോവാണ്, എങ്ങനെ കാണുന്നു അദ്ദേഹം മത്സരിക്കുന്നതിന്? അതിപ്പോ ഞങ്ങള് പാർട്ടിന്റെ ആൾക്കാരല്ലേ, അതുകൊണ്ട് അതിലങ്ങനെയല്ലേ പോവുള്ളൂ. നിങ്ങളുടെ പാർട്ടിയുടെ ആളല്ലായിരുന്നു അദ്ദേഹം? ആര്? അൻവർ? അൻവർ ഞങ്ങളെ പാർട്ടി തന്നെയായിരുന്നു, ഇപ്പൊ മാറി. അപ്പൊ അതുകൊണ്ട് ഇനി അൻവറിനെ വോട്ട് ചെയ്യത്തില്ല? ഇല്ല, അൻവർ ജയിക്കത്തില്ല? എനിക്കറിയില്ല, അത് നമുക്ക് പറയാൻ പറ്റിയ മനുഷ്യന്റെ കാര്യല്ലേ. ജനങ്ങളല്ലേ എല്ലാം തീരുമാനിക്കേണ്ടത്, അത് നമ്മളല്ലല്ലോ. എംഎൽഎ ആരെന്ന് പറഞ്ഞാലും കാര്യമില്ല അല്ലേ? അത് ഞാൻ പറയില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു അയാളെ കൊണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു, അതും പറയണ്ടേ. അൻവറിനെ കൊണ്ട് ഗുണമുണ്ടോ? ആദ്യമൊക്കെ നല്ല ഗുണമുണ്ടായിരുന്നു, പിന്നെ എന്തിനാ നമ്മള് ഒരാളെ പറ്റി ഇത് പറയുന്നത്? എല്ലാരും ഒരേ മാതിരി തന്നെയാണ്. അല്ല, നല്ല മനുഷ്യനായിരുന്നു അൻപറ കാല മനുഷ്യനായിരുന്നു. ഇവിടെ വോട്ട് നിലമ്പൂരാ. ഈ അൻവർ എംഎൽഎ ആയിരുന്ന അൻവർ മത്സരിക്കാൻ പോവാണ്. അൻവർ മത്സരിക്കുന്ന എനിക്ക് പറ്റി അറിയില്ല, ഞാൻ പേപ്പർ നോക്കിയില്ല, പേപ്പർ കയ്യിലുണ്ട്. എങ്ങനെയുണ്ട് അൻവർ? നല്ല മനുഷ്യനായിരുന്നോ? പണ്ടൊക്കെ അല്ലേ, ഇപ്പൊ അങ്ങനെ പിരിഞ്ഞു, നമ്മൾ രാജിവെച്ച് പോയി. അത് അയാളെ സാമർത്ഥ്യമായിരിക്കും, എത്രയ്ക്ക് പറയാനുള്ളൂ. നല്ല മനുഷ്യനല്ല, അങ്ങനെ നമ്മളൊരാളെ ഇരിക്കുന്നതല്ലേ, പിന്നെ അയാളെ അങ്ങനെ രാജിവെച്ച് പോയി അല്ലേ കാര്യം. ഇപ്പൊ മത്സരിച്ചാലും മത്സരിച്ചില്ലേലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? എനിക്ക് കുഴപ്പമെന്ന് പറഞ്ഞാ അയാളെ വഴിക്ക് പോയി, ഞാൻ നമ്മളെ വഴിക്ക് പോണു. ആയിരുന്ന ആള് എംഎൽഎ ആയിരുന്ന പി വി അൻവർ മത്സരിക്കാൻ പോവുകയാണ്, എങ്ങനെ കാണുന്നു അദ്ദേഹം മത്സരിക്കുന്നതിനെ? അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചല്ലേ, അപ്പൊ ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടുമോ നിങ്ങളെ അഭിപ്രായത്തില്? കിട്ടൂല. അപ്പൊ ക്ഷീണം തന്നെയല്ലേ. പിന്നെ കോൺഗ്രസിലെ കൂടി ഇരിക്കുന്ന കുറെയൊക്കെ ഒന്നുകൂടെയൊക്കെ നന്നായിരുന്നു എന്റെ അഭിപ്രായത്തില്. കോൺഗ്രസിനോട് നന്നായിരുന്നു. ഇനിയിപ്പം ജയസാധ്യത ഉണ്ടോ? ജയസാധ്യത എന്റെ അഭിപ്രായത്തില് മോശം തന്നെയാണ്. മോശപ്പെട്ടൊരു കാര്യമായിട്ട് വോട്ട് പിടിക്കില്ല. കാര്യമായിട്ട് വോട്ട് പിടിക്കാൻ സാധ്യതയില്ല. അൻവർ എങ്ങനെയുണ്ട്? നല്ല മനുഷ്യനായിരുന്നോ? അൻവർ ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താ പുള്ളിക്ക് എന്താ പറ്റിയാവോ തന്നെ മത്സരിക്കാൻ തൃണമൂല കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയൊരു ഇതല്ല, ശക്തി അല്ലല്ലോ. ഒന്നാമതാണ് കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു നന്നായനെ. കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉഷാറായിരുന്നു. കാരണം ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്ന് മൂപ്പര് നല്ലൊരു 2 വട്ടം ജയിച്ചതല്ലേ. അപ്പൊ ഇനിയിപ്പോ ക്ഷീണം തന്നെയാണ്. അൻവർ എംഎൽഎ വീണ്ടും മത്സരിക്കാൻ പോവാ, നിങ്ങളുടെ പഴയ എംഎൽഎ, എങ്ങനെ തോന്നുന്നു? ഞങ്ങക്ക് വേണ്ട. എന്താ വേണ്ടത്? വോട്ട് ചെയ്യത്തില്ല? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാക്ക് മാറിയാണെന്നാ പിന്നെ എങ്ങനെ പാർട്ടി മാറിയാൽ ശരിയാവില്ല അല്ലെ? ശരിയാവില്ല. അപ്പൊ ഓനല്ലേ പൈസ എല്ലാം അറിഞ്ഞു, ഓന്റെ വോട്ട് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞു. ഇനി ആ വ്യക്തിക്ക് ആൾക്കാർ ആരെയും വോട്ട് കൊടുക്കുക ഇല്ലേ? എങ്ങനെ കൊടുക്കുക? കാരണം വെച്ചാൽ ആദ്യം എന്താ പറഞ്ഞ, ഓന്റെ വോട്ട് എല്ലാവരും വീതിച്ചെടുത്തോളി എന്നാ പറഞ്ഞത് അല്ലേ? പിന്നെ ആ മനുഷ്യനാരും അന്തല്ലോ കൊടുക്കും ഇനി വോട്ട്, നിങ്ങൾ തന്നെ ചോദിച്ചോളി അല്ലേ? കോൺഗ്രസിനോട് നിൽക്കുമെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ നിന്നില്ല. ആര്? അൻവറിന് എങ്ങനെ കോൺഗ്രസ് എടുക്കണം? ഓന്റെ അംഗീകാരമൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ഓൻ എടുക്കുക അല്ലേ? എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. കോൺഗ്രസ് വിചാരിച്ചാൽ ഓൾക്ക് എടുക്കാം, അത്രേ ഉള്ളൂ നമ്മൾ പറയണത്. പക്ഷെ ഇത്തവണ നേരത്തെ ചെയ്ത ആളാണെങ്കിൽ ഇത്തവണ ചെയ്യില്ല അൻവറിന്, അങ്ങനെയാണോ? അൻവറിന് എങ്ങനെ ചെയ്യണത്? ഓന്റെ വോട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞല്ലോ, നിന്റെ വോട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞല്ലോ.
പിന്നെ ഓൻ മത്സരിച്ചാൽ പിന്നെ ആരാ ഓന് വോട്ട് കൊടുക്കുക? അതെല്ലാവർക്കും ഊഹിക്കണ കാര്യമല്ലേ. നല്ല MLA ആയിരുന്നു അൻവർ. MLA ഒന്നും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. അല്ലാതെ അതിനൊന്നും നമ്മൾ കുറ്റം പറയില്ല. ആളുകളായിട്ട് നല്ല സഹകരണം. സൗഹാർദ്ദം ഒക്കെ ഉണ്ട്, ഇല്ല ഒന്നും നമ്മൾ പറയില്ല. ഈ ആസ്പത്രി കുറെ കോംപ്രവർത്തിച്ച് തന്നെ നന്നായും ചെയ്തത്, അതിനൊന്നും ഇപ്പൊ നമ്മൾ അവനെ കുറ്റം പറയില്ല. പക്ഷെ മാറി അല്ലേ? അതെ അതെ, മാറിപ്പോയി. നമുക്ക് എന്തൊക്കെയാണ് അവൻ ചതിയ ചെയ്തത്, വഞ്ചന ചെയ്തത്. ഈ 5 കൊല്ലം പൂർത്തിയാക്കാതെ അവൻ പോകാൻ പാടില്ലല്ലോ. പോകാൻ പാടില്ല അഭിപ്രായത്തിൽ. ഏത് പാർട്ടിയാണ്? അവൻ ജനങ്ങൾക്ക് നല്ല സഹായങ്ങളും മറ്റും മറിച്ചും പേരിലൊക്കെ തന്നിട്ടുണ്ട്. അവന്റെ കൈവും കയ്യിലും പരമാവധി അവൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. അവൻ ചെയ്ത ചതിയാണ്, വഞ്ചനയാണ്, കൊലപാതകം ചെയ്യുമ്പോൾ 5 വർഷം പൂർത്തിയാക്കിയിട്ട് പോകണം. പൂർത്തിയാക്കി കഴിഞ്ഞു ഇറങ്ങി ആകുന്നതോട് കൂടെ ഈ ആൾക്കാണെങ്കിൽ അതേമാതിരി കയ്യിലും വലിയ ജയിച്ചു നോക്കായിരുന്നു. ഇപ്പം ജയിക്കല് ഇപ്പം തന്ത്രപൂർണ്ണ കൈ ഓനെ സ്വത്തും പോലും കൈകാര്യം ചെയ്യാൻ വേണ്ടി അതാ ഞങ്ങൾക്കൊക്കെ മനസ്സിലാണ്. ഓൻ ചെയ്ത ചതിയാണ്, കൊന്നതിന് പകരമാണ്. ഈ ജനങ്ങളെ മുഴുവൻ നെക്കിക്കൊന്നതിന് പകരം ഓൻ ഇറങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് അത്ര വിശ്വസിച്ചാണോ? അത്രയും കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ ഓൻ ജയിക്കാൻ വേണ്ടി. ഞാൻ പാതിരപ്പാടത്താണ്. അത്രയും കഷ്ടപ്പെട്ട ഒരാളെ ഓൻ ജയിക്കാൻ വേണ്ടി രാവും പകലും കടന്ന് കേട്ടാണ്. അറിയാം, ഒരു ചതിയായിരുന്നു. കൊന്നേക്കുക കൊന്നതിന് പല കൊന്നുകാണ്ട് പോയേക്കാണ് ജനങ്ങൾ മുഴുവൻ. ഓൻ പോകാൻ പാടില്ല. അവിടെ അപ്പം നിലവിൽ നിൽക്കുകയാണെങ്കിൽ ആ റോഡ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചിക്കാണ്ട് റോഡ് അവിടെ കാണാടും. ഓനെ ചതി കൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയത്. ചതിച്ചു. ഏറ്റവും വലിയ ചതിയാണ് ചെയ്തത്. മത്സരിക്കാൻ പോവാണ്. നിങ്ങളുടെ MLA ആയിരുന്നു. എങ്ങനെ കാണുന്നു അദ്ദേഹം മത്സരിക്കുന്നത്? മത്സരിക്കട്ടെ, എല്ലാരും മത്സരിക്കട്ടെ. പുള്ളിയോട് പ്രത്യേക താല്പര്യമോ ഇല്ല, താല്പര്യക്കുറവ് അങ്ങനൊന്നുമില്ല. താല്പര്യം ഇല്ലായികയില്ല, ഒന്നുമില്ല. എല്ലാരും മത്സരിക്കട്ടെ, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം വോട്ട്. എല്ലാരും മത്സരിക്കുന്ന ഒരാളാണ്. അത്ര അല്ലാതെ നമുക്ക് അങ്ങനൊന്നുമില്ല. അല്ല, നിങ്ങളുടെ നിലവിലെ MLA ആയിരുന്നു. അതെ അതെ അതെ, അത് ശരിയാ. ഇതിങ്ങനെ പ്രതീക്ഷിച്ചോ? പെട്ടെന്നൊരു ഇലക്ഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിച്ചില്ല. അൻവർ MLA മത്സരിക്കാൻ പോവാ വീണ്ടും. നിങ്ങളുടെ MLA ആയിരുന്നു, പെട്ടെന്ന് ഇലക്ഷൻ വരുന്നു, അൻവർ മത്സരിക്കുന്നു. കാണുന്നു. എന്ത് കാണാനാ, ഒക്കെ നല്ലതായിട്ട് തരട്ടെ. നമുക്ക് ആരൊന്നുമില്ല, നമ്മളെ ഈ ഇതിന് സമൂഹത്തിന് നല്ലതാണ് ഒരാളുള്ളൂ, അത്രേ പ്രതീക്ഷയുള്ളൂ, അത്രേ ഉള്ളൂ. ഈ അൻവർ നല്ല MLA ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഇപ്പം ഇഷ്ടമല്ല? അല്ല, ഇഷ്ടമല്ല, കുഴപ്പമില്ല, ഒരേ മരക്കനാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പോഴും ഒരുപോലെ തന്നെ. അതെ അതെ, അങ്ങനെ കുഴപ്പമില്ല. നമ്മൾ ആരും നമ്മൾ സ്വീകരിക്കും അങ്ങനെ. നിങ്ങൾ എങ്ങനെ കാണുന്നു? നല്ലതാ ചേർത്ത്, നല്ലതായിരുന്നല്ലോ ആദ്യം. പുള്ളി നല്ല MLA ആയിരുന്നു. നല്ലതായിരുന്നു.